ഇന്ന് കേരള പരിപ്പ് കറിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വൃത്തിയായി കഴുകിയെടുത്ത 1 കപ്പ് പരിപ്പ്, 4 തേങ്ങ ചുരണ്ടിയത്, ഒരു 5 പച്ചമുളക്, 2 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 3-4 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യമായി കുക്കറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് കഴുകി വെച്ച പരിപ്പ് ഇടുക. കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ സ്റ്റൗവിൽ ഇരുന്ന് വേവുക. കുക്കറിൻ്റെ വെയിറ്റ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേകട്ടെ. പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് ഈ കൂട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തവി കൊണ്ട് നമുക്ക് ഒന്ന് ഉടയ്ക്കാം. പരിപ്പ് നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിക്കാം. പാകത്തിന് ഉപ്പിടുക. അതിൻ്റെ പിന്നാലെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് തിളക്കട്ടെ. അടുത്തതായി നമുക്ക് അതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം. അതിനുവേണ്ടി 1 സ്പൂൺ വെളിച്ചെണ്ണ പാനിലൊഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചുവന്ന മുളക് മുറിച്ചത് 2 എണ്ണം ഇടുക. കരിവേപ്പില ഇടുക. അതിന് പിന്നാലെ കടുകിടുക. ഒരു അല്പം അരി ഇടുക. ചുവന്നുള്ളി വറുക്കാൻ വേണ്ടി ഇടുക. കടുക് വറുത്തത് നമുക്ക് പരിപ്പിലേക്ക് ആഡ് ചെയ്യാം. പരിപ്പ് കറി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സെർവ് ചെയ്യാൻ ഡിഷിലേക്ക് എടുക്കാം.